जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेषु अभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं कृष्णं तत्सत्यं परं धीमहि. ദശമസ്കന്ധം കൃഷ്ണാവതാരം നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഥയും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സംഗ്രഹമായിട്ട് ഇത്തിരി പറഞ്ഞു. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി വരുന്നു, അധർമ്മം ധർമ്മത്തിനെ അഭിഭവം ചെയ്യുന്നു, അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം. ഇത് ഒരു സാമൂഹികമായിട്ടോ ചരിത്രപരമായിട്ടോ മാത്രമാണ് പൊതുവേ ആളുകൾ ധരിക്കുന്നത്. ഇത് വ്യക്തിജീവിതത്തിൽ കൂടുതൽ സത്യമാണ്. എപ്പോഴൊക്കെ ഒരാൾക്ക് വിഷമം വരുന്നു, ദുഃഖം വരുന്നു, അപ്പോഴൊക്കെ ഹൃദയത്തിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് കരാവലംബത്തിനായിട്ട് പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കും. അതേപോലെ അധ്യാത്മജീവിതം നയിക്കുന്ന ആൾക്കും ധർമ്മഗ്ലാനി, അയാളുടെ ഉള്ളിൽ എപ്പോഴൊക്കെ ദോഷങ്ങൾ സംഭവിക്കുന്നു, അപ്പോഴൊക്കെ തന്നെ ഭഗവാൻ ഗുരുവായിട്ടും ശാസ്ത്രമായിട്ടും ശാസകനായിട്ടും ഒക്കെ അവതരിക്കും. പരിത്രാണായ സാധൂനാം, സാധുക്കളെ രക്ഷിക്കാനായിട്ട്. അത് ഭഗവാന്റെ പ്രകൃതിയാണ്. ഭഗവാന് ആ പ്രകൃതി മാറ്റിവെക്കാൻ ഈശ്വരന് സാധിക്കില്ല. അതാണ് ഈശ്വരൻ്റെ ഈശ്വരത്വം, മാതൃത്വം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, അഹം ഭക്തപരാധീനഃ അസ്വതന്ത്ര ഇവ ദ്വിജ സാധുഭിർഗ്രസ്തഹൃദയഃ ഭക്തൈഃ ഭക്തജനപ്രിയഃ. അംബരീഷ ചരിത്രത്തിൽ ദുർവാസാവിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ സ്വതന്ത്രനല്ല എന്നാണ് ഭഗവാൻ പറയണത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ സ്വതന്ത്രനല്ല, മുക്തനല്ല, ഭക്തപരാധീനഃ, ഭക്തനെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ, ഭക്തൻ്റെ പരാധീനനാണ് ഞാൻ. കാരണം അവരെന്നെ പ്രണയരശനയാ ധൃതാംഘ്രി പത്മ, ഹൃദയത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. സാധുഭിः ഗ്രസ്തഹൃദയഃ അസ്വതന്ത്ര ഇവ ദ്വിജ, അസ്വതന്ത്രനെ പോലെയാണെന്നാണ് ഭക്തൻ്റെ വിഷയത്തിൽ. ഭക്തൈഃ ഭക്തജനപ്രിയഃ, ഞാൻ ഭക്തജനപ്രിയനാണ്. എനിക്ക് അവരിൽ നിന്ന് സ്വതന്ത്രമാവണം എന്നുള്ള ആഗ്രഹവും ഇല്ല എന്നാണ് പറയുന്നത്. നാഹം ആത്മാനം ആശാസേ മദ്ഭക്തൈഃ സാധുഭിർവിന. ഭക്തന്മാരില്ലാതിരിക്കാൻ എനിക്കൊരു ഇഷ്ടമില്ല. എൻ്റെ ഭക്ഷണം തന്നെ ഭക്തന്മാരുടെ ഭക്തിയാണ്. ഏ ദാരാകാര വിത്താപ്താൻ പുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാ മാം ശരണം യാതാഃ കഥം താൻ ത്യക്തും ഉത്സഹേ സർവധർമാൻ പരിത്യജ്യ നാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞല്ലോ. അത് തന്നെ ഇവിടെ പറയുന്നു. ഇത് പരിപൂർണ സന്യാസധർമ്മം പോലെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. പത്നി, വീട്, കുട്ടികൾ, എല്ലാത്തിനെയും, സ്വന്തം പ്രാണനെയും ധനത്തിനെയും എനിക്ക് സമർപ്പിച്ചിട്ട് ആര് ശരണാഗതി ചെയ്യുന്നു അവരെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? കഥം താൻ ത്യക്തും ഉത്സഹേ മയി നിർബദ്ധഹൃദയാ സാധവ സമദർശനാ.
വശീകുർവന്തി മാം ഭക്തിയ സത് സ്ത്രീയ സത്പതിം യഥ. നല്ല പതിവ്രതകളായ സ്ത്രീകൾ ഭർത്താവിനെ വശത്തിൽ വയ്ക്കുന്ന പോലെ ഈ ഭക്തന്മാരെന്നെ വശീകരിച്ച് വയ്ക്കുന്നു. മത്സേവയാ പ്രതീതം ച സാലോക്യാദിചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണാഃ കുതോന്യത് കാലവിദ്രുതം. എനിക്ക് ആരാധിച്ച് എന്നെ സേവ ചെയ്ത് സാലോക്യം, സാമീപ്യം, സായുജ്യം, സാരൂപ്യം എന്ന 4 അവസ്ഥകൾ ഭക്തന് പ്രതീതിയിൽ വരും. അതുപോലും അയാൾ തള്ളിക്കളയുകയാണ്. എന്താണെന്ന് വെച്ചാൽ സേവയാ പൂർണ്ണാഃ, സേവ കൊണ്ട് തന്നെ അവർ പൂർണ്ണരാണെന്നാണ്, വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് ഒരു മഹാവാക്യം പോലെ ഒരു ശ്ലോകം. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം തു അഹം മദന്യത്തെ ന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. സാധുക്കൾ എൻ്റെ ഹൃദയമാണ്, ഞങ്ങൾ സാധുക്കളുടെ ഹൃദയമാണ്, ഞാൻ സാധുക്കളുടെ ഹൃദയമാണ്. അവർക്ക് എന്നെ അല്ലാതെ മറ്റൊന്നും അറിയില്ല, എനിക്ക് അവരെ അല്ലാതെ മറ്റൊന്നും അറിയില്ല. ജ്ഞാനീതു ആത്മൈവമേ മതം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ജ്ഞാനി ആത്മാവാണ്, ഞാൻ തന്നെയാണ്, രണ്ടല്ല എന്നാണ്. ത്വം ച ഭാഗവതേഷു അഹം എന്നൊക്കെ പറഞ്ഞു ഉദ്ധവരോട് ഭഗവാൻ. അപ്പോൾ ഹൃദയം സാധുക്കൾക്കും എനിക്കും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഭഗവാനെ അറിയണമെങ്കിലോ സാധുക്കളുടെ ഹൃദയത്തിൽ നോക്കണം എന്നാണ്. ഭക്തേഷു പ്രകടിത ഫലാഭ്യാം. ഇങ്ങനെ അതുകൊണ്ട് ഒരിക്കലും ഒരു ഭാഗവതന് അപചാരം ചെയ്യരുത്. ഇപ്പം ആഭിചാരമൊക്കെ ചെയ്യുമല്ലോ കേരളത്തിൽ നല്ലവണ്ണം എല്ലാവർക്കും ശാഖിതം പ്രചാരം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അയാൾക്ക് ആഭിചാരം ചെയ്യുക, ഇയാൾക്ക് ആഭിചാരം ചെയ്യുകയൊക്കെ ചെയ്യും. ഭക്തന് ചെയ്യുന്ന ആഭിചാരം എന്താണെന്ന് വെച്ചാൽ ആത്മാഭിചാര എന്നാണ് പറയുന്നത്. അയം ഹി ആത്മാഭിചാരസ്തേ, സ്വയം തനിക്ക് തന്നെ ആഭിചാരം ചെയ്യുകയാണെന്നാണ്. തമിഴിലൊരു ചൊല്ലുണ്ട്. അവിടെ ഈ ആഭിചാരത്തിന് അവർ ശൂന്യം വയ്ക്കുക എന്ന് പറയും. ആർക്കെങ്കിലും അല്ല, തനിക്ക് തന്നെ. അയം ഹി ആത്മാഭിചാരസ്ഥേ സാധുഷു പ്രഹിതം തേജ പ്രഹർത്തുഹു കുരുത്തെ അശിവം. പരമഭാഗവതന്മാർക്ക് നേരെ എന്തെങ്കിലുമൊക്കെ പ്രയോഗിച്ചാൽ അത് പ്രയോഗിക്കുന്ന ആൾക്ക് തന്നെ തിരിച്ചു കിട്ടും. കാരണം അവർ അവിടെ സ്വീകരിക്കാൻ ആളില്ല, അയച്ച ലെറ്റർ തിരിച്ചു വരണ പോലെ, റിട്ടേൺ ആവുന്ന പോലെ. ഇങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള ആ ഭാഗവത കഥ. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിന് കാരണം ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ്. ആ നീലമേഘം കടലിൽ തന്നെ മഴ പെയ്ത് തീർക്കാമായിരുന്നു. ഭക്തന്മാരുടെ ഉത്കണ്ഠയാകുന്ന കാറ്റ് ആ മേഘത്തിനെ നമ്മളുടെ അടുത്തേക്കൊക്കെ കൊണ്ടുവന്ന് മഴ പെയ്യിപ്പിച്ചു എന്ന് ശങ്കരാചാര്യർ പറയാണ്. എന്താ ശ്ലോകം? സന്നീലമേഘ സതാം ഔത്കണ്ഠ്യ പ്രബല പ്രഭഞ്ജനഭരൈഃ ആകർഷിതോ വർഷതി വിജ്ഞാനാമൃതമദ്ഭുതം നിജവചോ ധാരാഭി നിത്യാനന്ദസുധാനിധേരധിഗതഃ സന്നീലമേഘഃ സതാം ഔത്കണ്ഠ്യ പ്രബല പ്രഭഞ്ജനഭരൈഃ ആകർഷിതോ വർഷതി വിജ്ഞാനാമൃതമദ്ഭുതം നിജവചോ ധാരാഭിരാരാധിതം ചേതശ്ചാതകചേന്ന വാഞ്ചസി തൃഷാക്രാന്തോസി സുപ്തോസി കിം. മനസ്സാകുന്ന ചാതകമേ, നീ ഉറങ്ങിക്കിടക്കുകയാണോ എന്നാണ്. സുപ്തോസിക്കും. അങ്ങനെ കൃഷ്ണാവതാരം, കൃഷ്ണൻ എന്ന ആ കറുത്ത മേഘം മധുരാപുരിയിൽ അവതരിച്ചു. ഭഗവാൻ സത്യവ്രതനാണ്. ഭഗവാന്റെ സത്യവ്രതമാണ് യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് പറയുന്നത്. ഭക്തന്മാർക്ക് അഭയം നൽകുന്നു എന്നൊക്കെ രാമായണത്തിൽ പറയുന്നത്. ആ സത്യം പരിപാലനം ചെയ്യാനായിട്ട് ഭഗവാൻ അവതരിച്ചു.
ഇന്നലെ പറഞ്ഞല്ലോ, സർവഗുണോപേത കാല. ഏറ്റവും നല്ല കാലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഭഗവത് സ്മരണ ഉണ്ടായാൽ നല്ല കാലം. കുറച്ച് നേരം ധ്യാനം ഉണ്ടായാൽ നല്ല കാലം. സർവഗുണോപേത കാല. അല്ലാതെ കലണ്ടർ നോക്കിയിട്ട് ഇപ്പോൾ ഇന്ന ദശയാണോ ഇന്ന കാലമാണോ എന്ന് നോക്കണ്ടെന്നാണ്. ജ്ഞാനസംബന്ധർ പറഞ്ഞു, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, രാഹു, കേതു എല്ലാം നല്ലതാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം, പ്രൊവൈഡഡ് ഭഗവാൻ ഹൃദയത്തിലിരിക്കുകയാണെങ്കിൽ. പരമേശ്വരനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയണത്. പരമേശ്വരൻ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ശൂലമൊന്നും പിടിച്ചിട്ടല്ല അത്രേ, നല്ല വീണ വായിച്ചിട്ടിരിക്കുകയാണെന്നാണ് ഹൃദയത്തിൽ. വേയുരു തോഴി പങ്കൻ വിടം ഉണ്ടകണ്ടൻ മിക നല്ല വീണൈ തടവി மாசரு திங்கள் கங்கை முடிமேல் அணிந்து என் உளமே புகுந்த அதனால் ஞாயிறு திங்கள் செவ்வாய் புதன் வியாழம் வெள்ளி சனி பாம்பிரண்டுமுடனே ஆசரு நல்ல நல்ல அவை நல்ல நல்ல അടിയാരവർക്ക് മികവേ. ഭക്തന്മാർക്ക് വളരെ നല്ലതാണെന്നാണ്. എല്ലാം നല്ലതാണ്, ഭക്തന്മാർക്ക് വളരെ വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ആ പരമേശ്വരൻ മിക നല്ല വീണൈ തടവി, നല്ല വീണ വായിച്ച്, വീണ ഇങ്ങനെ മെനക്കെട്ട് ചിലർ വീണയുടെ മുകളിൽ കിടക്കുകയൊക്കെ ചെയ്യും, അങ്ങനെയൊന്നുമല്ല, സോഫ്റ്റായിട്ടാണ് വീണ. മിക നല്ല വീണൈ തടവി, തലയിൽ നല്ല കൂളിംഗ് സിസ്റ്റമാണ്. ആശര് തിങ്കൾ ഗംഗൈ മുടിമേലണിന്ത്, 2 കൂളിംഗ് സിസ്റ്റമാണ്, ഒന്ന് ചന്ദ്രനും ഒന്ന് ഗംഗയും. എൻ ഉളമേ പുകുന്ത അതനാൽ, എൻ്റെ ഹൃദയത്തിൽ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹൃദയം പരമശീതളമാണെന്ന്, നല്ല ശാന്തം ശീതളമായിട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും നല്ലത് തന്നെ എന്നാണ്. ഇതൊക്കെ കൂടി നമ്മളെ എത്ര ഭയപ്പെടുത്തണു അല്ലേ? ഈ ദിവസം പാടില്ല, ആ ദിവസം പാടില്ല, എന്തെങ്കിലും വന്നാൽ അങ്ങനെയായി ഇങ്ങനെയായി, പേടിച്ച് പേടിച്ചേ ജീവിതം മുഴുവൻ പോയി. എല്ലാവരെയും പേടിയാണ്. ദിവസങ്ങളെ പേടി, സമയത്തിനെ പേടി, ദേവതകളെ പേടി, പൂജ ചെയ്താൽ തെറ്റോന്ന് പേടി, കൃഷ്ണൻ പുല്ലാങ്കുഴൽ വെച്ചാൽ തെറ്റോന്ന് പേടി, എന്തൊക്കെ പേടിയാ. അജ്ഞാനം കൊണ്ട് പേടിയുടെ ഒരു പരമ്പര. അഥ സർവഗുണോപേത കാല പരമശോഭന. കാലം പരമശോഭനമാണ്. അങ്ങനെ പറഞ്ഞ് കൃഷ്ണാവതാരത്തിനെ പറഞ്ഞു. കാർമേഘം നിറഞ്ഞ വെള്ളം നിറച്ച മേഘം വന്ന് മഴ പെയ്തു രാത്രി മുഴുവൻ. കൃഷ്ണൻ ആ കല്ലറയ്ക്കുള്ളിൽ പ്രകാശിച്ചു. ദേവകി മയങ്ങിക്കിടക്കുകയാണ്. വസുദേവരാണ് മുമ്പിൽ കാണുന്നത്. എന്തു കണ്ടു? അദ്ഭുതം കണ്ടു എന്നാണ്. ഈശ്വരൻ എന്താണ്? ഒരു അദ്ഭുതം. തത്രാഖില അമരമയ ഹരിരാവിരാസീത്. എല്ലാ ദേവന്മാരും നിറഞ്ഞു നിൽക്കുകയാണേ. സർവാശ്ചര്യമയ. ഉപനിഷത്ത് തന്നെ പറയണത് ആശ്ചര്യവത് പശ്യതി. കാരണം ഇങ്ങനെയൊന്നും നമ്മൾ ലോകത്തിൽ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ആ കല്ലറയ്ക്കുള്ളിൽ, ജയിലിനകത്ത്, തടവറയ്ക്കുള്ളിൽ വെച്ച് കണ്ടു അദ്ഭുതം ബാലകം. ഒരു അദ്ഭുതമായ ഒരു കൊച്ചുകുട്ടിയാണ് ജനിച്ചത്. പക്ഷെ അദ്ഭുതം ബാലകം. എന്തേ? അംബുജേക്ഷണം, താമരക്കണ്ണൻ. ആ താമരക്കണ്ണ് തന്നെയാണ് ഗീത. പദ്മപത്രമിവാംഭസ, നിസ്സംഗത, ജ്ഞാനം എല്ലാം അതിനകത്തുണ്ട്. അദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം. ശംഖം, ഗദ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ചില ഭക്തന്മാർ പറയും, കുട്ടിയല്ലേ കളിക്കാൻ വല്ലതൊക്കെ വേണ്ടേ? ഇവിടെ ഒന്നും കിട്ടില്ല ജയിലിൽ.
വരുമ്പോൾ തന്നെ തിരിക്കാനുള്ളതും ഊതാനുള്ളതും ഒക്കെ എടുത്തോണ്ട് വന്നു എന്നാണ് വൈകുണ്ഠത്തു നിന്ന് തന്നെ. ശ്രീവത്സലക്ഷ്മം ഒന്നു മാത്രമേ മറന്നുള്ളൂ. അവിടുന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 in 1 ബെഡ് കം അംബർല അത് പുറകെ വരികയാണിപ്പോൾ. മഴയുണ്ടാവുമെന്ന് അറിഞ്ഞില്ല, അപ്പോൾ എടുക്കാതെ വന്നു കുട. അപ്പോൾ അത് പുറകെ വരികയാണപ്പോൾ. ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭകം. പീതാംബരധാരിയായി സാന്ദ്രപയോധ സൗഭകം. നോക്കൂ, ഇതൊക്കെ നമ്മൾ കഥ പറഞ്ഞ് ശരിക്കും കേടുവരുത്തുക. ഇതൊക്കെ വായിച്ച് രസിക്കേണ്ടതാണ്. എന്താ അറിയോ, ഇതൊക്കെ യോഗമാണ്, യോഗമണ്ഡലങ്ങളാണ് ഇതൊക്കെ. ശിവനെ ദർശിക്കുന്നത്, വിഷ്ണുവിനെ ദർശിക്കുന്നത്, ദേവിയെ ദർശിക്കുന്നത് ഒക്കെ യോഗമണ്ഡലങ്ങളാണ്. ഈ യോഗമണ്ഡലങ്ങൾ വിവിധ വർണ്ണങ്ങൾ ആവിർഭവിക്കും. യോഗികൾക്ക് തന്നെ ഈ ശക്തി മേലെ പോകുന്തോറും പല പല വർണ്ണങ്ങളുടെ ദർശനം ഉണ്ടാകും. ഈ വർണ്ണങ്ങളെയൊക്കെയാണ് വേദാന്തത്തിൽ അവസാനം നിഷേധിക്കുന്നതും. ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം. പക്ഷേ ഇതൊക്കെ യോഗമണ്ഡലത്തിലുള്ള അനുഭവങ്ങളാണ്. നിങ്ങൾ ലളിതാ സഹസ്രനാമം നോക്കിയാൽ ആ ശക്തിയുടെ ഓരോ സ്ഥലത്തിലും ഓരോരോ വർണ്ണങ്ങളാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ പരമേശ്വരൻ്റെ വർണ്ണമാണ് സുവർണവർണ്ണം, ശരിക്കും പീതാംബരം, ആ കളർ. നാരായണൻ്റെ വർണ്ണമാണ് ഈ സാന്ദ്രപയോധ സൗഭകം. രണ്ടും കൂടെ ചേർന്നിട്ടാണ്. അതുകൊണ്ടാണ് പീതാംബരത്തോടു കൂടെ. കാരണം ശക്തിയും ശിവനും പോലെയാണത്. ശരിക്കും 2 ദേവതകളേ ഉള്ളൂ. ഈ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ പോണ്ട ആവശ്യമില്ല. ശക്തി എന്നുള്ളത് സെപ്പറേറ്റ് അല്ലാന്നാണ്. ഒരു ഉപനിഷത്ത് തന്നെ ഉണ്ട്, യാ ഉമാ സാ വൈ വിഷ്ണു. അപ്പോൾ പിരിച്ച് നമ്മൾ നോക്കുകയാണത്. ഇത് ഒരേ ശക്തിയാണ് ലോകകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവതരിക്കുന്നതും സൃഷ്ടിസ്ഥിതി സംഹാരാദികളിലൊക്കെ പ്രവർത്തിക്കുന്നതും ഒക്കെ ആ ശക്തി തന്നെയാണ്. അത് തന്നെയാണ് നാരായണൻ്റെ സ്വരൂപവും. ശിവൻ കേവലം അധിഷ്ഠാനമാണ്. അത് ഇതിൽ നിന്ന് ഭിന്നവുമല്ല, പ്രവർത്തിക്കുന്നുമില്ല. സാധാരണ ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ ശിവരാത്രി ആകുമ്പോൾ ബലരാമസ്വാമിയെ ആരാധിക്കും, അല്ലെങ്കിൽ നരസിംഹത്തിനെ ആരാധിക്കും. അവർ ശിവനെ ആരാധിക്കില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ ശിവാംശം ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ രാമനെ ആരാധിക്കും. അതാണെന്ന് വെച്ചാൽ വാൽമീകി പലയിടത്തും പരമേശ്വര സ്വരൂപമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഗൂഢമാണ്, യോഗിവേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ വർണ്ണന തന്നെ നല്ല കറുത്ത കാർമേഘം നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ ഇടിമിന്നൽ വെട്ടുന്ന പോലെയാണ് ഭഗവാന്റെ ആവിർഭാവം. സാന്ദ്രം എന്ന് വെച്ചാൽ ഘനീഭവിച്ചിട്ടുള്ള കാർമേഘം, സാന്ദ്രം. അതൊക്കെ നല്ല കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ആ ആകാശത്തിൽ ആ സാന്ദ്രമായി മേഘം നിറഞ്ഞിരിക്കുന്ന ആകാശം കാണുമ്പോഴൊക്കെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവും. നല്ല യോഗ സംസ്കാരമുള്ളവർക്ക് തന്നെ ആകാശം കണ്ടാൽ തന്നെ ആനന്ദം ഉണ്ടാവും. സാന്ദ്രമായിട്ടിരിക്കുന്ന ആകാശം, മേഘാവൃതമായ ആകാശം കാണുമ്പോൾ ആനന്ദം ഉണ്ടാവും. ഇതൊക്കെ തന്നെ നമ്മൾ ഈ മൊബൈൽ നോക്കി കേടുവരുത്താണ്. ഈ സെൻസിറ്റിവിറ്റിയൊക്കെ അനേകം കളറ് കണ്ടിട്ട് നാച്ചുറലായിട്ടുള്ളതൊക്കെ ഒന്നും കാണാൻ പറ്റാതെ ആക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ദിവ്യ സൗന്ദര്യം എന്ന് പറയുമ്പോൾ വിശ്വത്തിൽ കാണാം നമുക്ക്. രാമകൃഷ്ണ പരമഹംസർക്ക് 5 വയസ്സിൽ പാടത്തുകൂടെ നടക്കുമ്പോൾ ആകാശത്തിൽ ആ കാർമേഘത്തിൻ്റെ ഇടയിൽ ഈ കൊക്കുകൾ ഇങ്ങനെ പറന്നു പോണത് കണ്ടപ്പോൾ, നല്ല നിറഞ്ഞു നിൽക്കുന്ന കാർമേഘം, ഇടിമിന്നലും കൊക്കുകളും ഒക്കെ കൂടെ കണ്ട് സമാധിസ്ഥനായിട്ട് മയങ്ങി വീണു. വൈകുണ്ഠഗമനം പോലെയാണ് എന്തോ ഭാവം ഉണ്ടായത്, മയങ്ങി വീണു. അപ്പോൾ ഇതൊക്കെ ഭക്തി, സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ആണ്, അധ്യാത്മ അനുഭൂതിയുടെ ഓരോ മണ്ഡലങ്ങളാണ്. വേദാന്തം, ജ്ഞാനം, അതിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേറെ. പക്ഷേ ഇതൊന്നും വെറുതെ കാൽപ്പനികമായ ഭാവനകളല്ല.
അങ്ങനെ ഭഗവാനെ മുമ്പിൽ കണ്ടതാരാ? വസുദേവനാണ്. ദേവകി മയങ്ങിക്കിടക്കുകയാണ്. വസുദേവൻ പക്ഷെ ഇങ്ങനെയൊക്കെ ഭഗവാൻ മുമ്പിൽ ആവിർഭവിച്ചാൽ ഇതാണല്ലോ കാണേണ്ടത്. പക്ഷെ കാണുന്നത് അതല്ല. കാണുന്നത് ഭഗവാനെ ദിവ്യരൂപത്തിലാണ് കാണുന്നതെങ്കിലും വസുദേവർ പറയുന്നു, ഭഗവാനെ അങ്ങേ ഞാൻ എൻ്റെ ഉള്ളിൽ കേവല അനുഭവാനന്ദ സ്വരൂപനായിട്ട് അറിയുന്നു എന്നാണ്. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷഃ പ്രകൃതേഃ പരഃ കേവല അനുഭവാനന്ദ സ്വരൂപഃ സർവബുദ്ധിദൃക്. ഈ ബുദ്ധിക്കും പുറകിൽ സാക്ഷിയായി അനുഭവാനന്ദ സ്വരൂപഃ, പ്രകൃതിക്ക് അപ്പുറമുള്ളത്. നോക്കൂ, ഗീതയിൽ ഭഗവാൻ പറഞ്ഞു പ്രകൃതി രണ്ടാണ്, ഒന്ന് പരാപ്രകൃതി, ഒന്ന് അപരാപ്രകൃതി. അപരാപ്രകൃതിയാണ് നമ്മളുടെ അനുഭവമണ്ഡലം മുഴുവനും. പരാപ്രകൃതിയാണ് ജീവഭൂതാം മഹാബാഹോ യേതം ധാര്യത്തെ ജഗത്, ശുദ്ധ ചൈതന്യം. ആ ശുദ്ധ ചൈതന്യമാണ് അനുഭവം, അനുഭവസ്വരൂപമായിട്ടിരിക്കുന്ന വസ്തു. അനുഭവാനന്ദസ്വരൂപ സർവബുദ്ധിദൃക് എന്നൊക്കെ പറഞ്ഞ് വസുദേവർ സ്തുതിച്ചു. ഇത് കഴിഞ്ഞ് ദേവകി എഴുന്നേറ്റു. അവസാനമാകുമ്പോഴേക്കും വസുദേവർ ആ സമാധിസ്ഥിതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. അങ്ങ് പരമപുരുഷനാണെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവസാനമാകുമ്പോഴേക്കും അയ്യോ ഇപ്പം അസഭ്യൻ വരും, അങ്ങയുടെ അവതാരം കേട്ടിട്ട് അസഭ്യൻ വരും, അങ്ങയുടെ അഗ്രജന്മാരെയൊക്കെ വധിച്ചതായ ആ അസഭ്യൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും, ഈ ജോലിക്കാർ ചെന്ന് പറയും. പക്ഷെ ജോലിക്കാരൊക്കെ നല്ലവണ്ണം ഉറങ്ങുകയാണ്, മഴയും പെയ്യാണ്. കാരണം സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഗോകുലത്തിൽ ജനിച്ചിട്ടുണ്ട്, വൃന്ദാവനത്തിൽ അവിടെ ജനിച്ചിട്ടുണ്ട്, മധുരയിൽ. നിദ്രാ ഭഗവതി സാക്ഷാത്. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ദേവകി സ്തുതിക്കുകയാണ്. ദേവകി എഴുന്നേറ്റ് ഭഗവാനെ കണ്ടപ്പോൾ ദേവകിയെങ്കിലുമൊക്കെ ഒന്ന് കുട്ടിയെടുത്ത് ഒന്ന് ലാളിക്കണ്ടേ? അതിനു പകരം രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപ. ഒരു വ്യക്തിയെ കാണുമ്പോൾ രൂപമാണ് കാണുന്നത്. രൂപം യത്തത് പ്രാഹുഹു അവ്യക്തമാദി. വ്യക്തമാണല്ലോ രൂപം, പക്ഷേ പറയണു അവ്യക്തം ആദ്യം, ബ്രഹ്മജ്യോതി, നിർഗുണം നിർവികാരം, ഇങ്ങനെയൊക്കെയാണ് സ്തുതിക്കുന്നത് മുമ്പ്. അപ്പോൾ ഇങ്ങനെ ലോകത്തിനെ കാണാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഭഗവാൻ ഇപ്പോൾ ഒരു ടേസ്റ്റ് കൊടുക്കുകയാണ് അവർക്ക്. അത് കഴിഞ്ഞ് അത് ഉപദേശിക്കണമുണ്ട്. ഇപ്പം അത് കഴിഞ്ഞ് രണ്ടുപേരുടെ സ്തുതിയും കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഇവരുടെ മുമ്പിൽ പറഞ്ഞു, കഴിഞ്ഞ 2 ജന്മത്തിൽ ഞാൻ നിങ്ങൾക്ക് മകനായിട്ട് ജനിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ആരാധിക്കേണ്ടതിന് പകരം, എന്നിൽ നിന്നും ജ്ഞാനം നേടുന്നതിന് പകരം നിങ്ങൾ പുത്രനായിട്ട് മാത്രം എന്നെ കണ്ടു. ഈ ജന്മത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ കാണണ്ടെന്ന് പറയുന്നില്ല, കണ്ടോളൂ. യുവാം മാം പുത്രഭാവേന. എന്താണെന്ന് വെച്ചാൽ പുത്രഭാവത്തിൽ വരുമ്പോൾ ഒരു സ്നേഹം ഉണ്ടായിക്കോട്ടെ. ബ്രഹ്മഭാവേന, ആ ബ്രഹ്മഭാവമാണ് ഇപ്പോൾ കാണിച്ചു കൊടുത്തത്. സകല ബന്ധങ്ങളിലും ഈ ഒരു മിസ്റ്റിസിസം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ജീവൻ ബന്ധപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത്. എവിടെയൊക്കെ നമുക്ക് ഈ ബന്ധം തോന്നുന്നുണ്ടോ, കണക്ഷൻ തോന്നുന്നുണ്ടോ, റിലേഷൻഷിപ്പ് തോന്നുന്നുണ്ടോ, അവിടെയൊക്കെ തന്നെ പരമേശ്വര സ്വരൂപമാണ് അതിനകത്തിരിക്കുന്നത് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചോളാം. അങ്ങനെ എളുപ്പത്തിലൊന്നും വരില്ല. അതിന് ഉപാസനയും ഗുരു അനുഗ്രഹവും എല്ലാം വേണം. അതുകൊണ്ടാണ് അസകൃത് ചിന്തയന്തവും, വീണ്ടും 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 അതിൽ. അതാണ് ഈശാവാസ്യം. ഈശാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞാൽ, ഇതം സർവം എന്ന് വെച്ചാൽ എന്തൊന്നിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെയാണ് ഈശാവാസ്യം. അല്ലാതെ നമുക്ക് ഇവിടുത്തെ ടേബിള്, ഇവിടുത്തെ ചെയർ, ഫോട്ടോഗ്രാഫി, ക്യാമറ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഇതൊന്നും നമ്മൾ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസാരമല്ല, ബന്ധമല്ല. അപ്പോൾ ബന്ധമുള്ളതായ വസ്തുക്കളിൽ ഈശ്വരത്വം കാണുക, അതാണ് ഈ ആൻവീക്ഷികീ വിദ്യ. ഇതാണ് ഇവിടെയും ഭഗവാൻ ഉപദേശിക്കുന്നത്.
നിങ്ങൾ അങ്ങനെ യാസ്യത്തെ മദ്ഗതിം പരാം, നിങ്ങൾ എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ജനിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ജയിലിൽ നിങ്ങൾ കിടന്നോളൂ, നിങ്ങളുടെ പ്രാരബ്ധം. എനിക്ക് ടൂറ് സർക്കിട്ട് അടിക്കണം. ഈ രാത്രിയിലോ അതെ, ഇപ്പം തന്നെ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കുറേ പിള്ളേർ ജനിച്ചിട്ടുണ്ട്, നമ്മുടെ അവിടെ പഴക്കമുള്ളവരാണ്. അപ്പം അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഒന്നിനും യാതൊന്നും അറിയില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകണം, വലിയ ചുമതലയാണ്, അങ്ങോട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കൊട്ടയുണ്ട്. ആ കൊട്ടയെടുത്ത് കുട്ടിയെ അതിലേക്ക് ഇട്ടു വസുദേവന്. അപ്പോഴാണ് നോക്കുമ്പോൾ കയ്യിലിരിക്കുന്ന കെട്ടൊക്കെ അഴിഞ്ഞു പോയിരിക്കുന്നു. ദേവകിയും കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഭഗവാന്റെ അടുത്ത്, കംസൻ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ തൻ്റെ സ്വരൂപവും ഉപദേശമൊക്കെ കൊടുത്ത്. ഇതുകൊണ്ട് തന്നെ അവർക്ക് ശാന്തി വന്നിട്ടുണ്ടാവണം. കാരണം ഭഗവാൻ അവതരിച്ചതോടുകൂടി തന്നെ പൂർവ്വശോകങ്ങളൊക്കെ പോയി. മുമ്പ് പുത്രന്മാർ മരിച്ചു പോയതും ആ ശോകമൊക്കെ പോയി. എന്നിട്ട് കൊണ്ടു ചെന്ന് ആക്കാൻ പറഞ്ഞതുകൊണ്ട് അവിടുന്ന് എടുത്തുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് പുറപ്പെട്ടു. വാതിലൊക്കെ തുറന്നു. ഇങ്ങോട്ട് രണ്ടുപേരും ഇങ്ങോട്ട് രണ്ടുപേരും ഒക്കെ ഉറങ്ങുകയാണ്. വഴിയിലൊക്കെ തന്നെ ഈ കുന്തംകുലുക്കികളൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ്. കുന്തംകുലുക്കി എന്ന് പറഞ്ഞാൽ അറിയോ? ഷേക്സ്പിയർ. അത് മലയാളത്തിലാക്കിയതാണ്. അപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ്. നല്ല മഴ പെയ്യണം. അപ്പം മഴയത്ത് കുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് തോന്നണ്ടേ? മഴയത്ത് കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് തോന്നണ്ടേ? തോന്നുന്നില്ല. കാരണം ഭഗവതാജ്ഞയാണ്. നമ്മൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ നടക്കും? ഭഗവാനോ ഗുരുവോ എന്തോ ഒന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല എന്ന് പറയുക, അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുക, ഒന്നും പാടില്ല. നടക്കുക. ആ പറഞ്ഞ ശക്തി അതിന് വേണ്ടതൊക്കെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അത് എങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ നടന്നതും നമ്മുടെ കൊറിയറിൽ വന്നു കൊടയും ബെഡുമൊക്കെ. മഴ പെയ്യുന്നത് മേലെ അവർക്കാണ് ചുമതലയെ. കാരണം അവർ പറഞ്ഞു വൈകുണ്ഠത്തിൽ ഇങ്ങനെയൊന്നും മഴയൊന്നും പെയ്യില്ല. അപ്പോൾ പറഞ്ഞയച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും കോൾഡ് തുടങ്ങിയാലേ ബുദ്ധിമുട്ട് അവർക്കാണെന്ന് പറഞ്ഞ് കുടയൊക്കെ പിടിച്ച് അനന്തൻ. പക്ഷേ വസുദേവർ സമാധിയിലാണ്. ഇതൊന്നും അറിയുന്നില്ല, യാത്ര ചെയ്യുന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ കൊണ്ടുപോയി യമുന വെള്ളം കയറി വരികയാണ്. കൃഷ്ണൻ്റെ കാലൊന്ന് തൊടണമെന്ന് യമുനയ്ക്ക് ആഗ്രഹം. വസുദേവരുടെ മൂക്ക് വരെ വന്നു അത്രയും യമുന. ആ കാല് തൊട്ടതും ഇറങ്ങി തുടങ്ങി. അങ്ങനെയാണ് യമുന കറുത്തുപോയതെന്ന് പറഞ്ഞു. മുരാരി കായകാലിമാ. യമുന വഴി വിട്ടുകൊടുത്തു. അവിടെ കൊണ്ട് ചെന്ന് ഗോകുലത്തിൽ ചെന്ന് കൊണ്ട് ആക്കി കുട്ടിയെ. അവിടുന്ന് അവിടെ വാതിൽ തുറന്നതൊന്നും പറയണില്ല. എന്താണെന്ന് വെച്ചാൽ വൃന്ദാവനത്തിലും ഗോകുലത്തിലൊന്നും വീടുകൾക്കൊന്നും വാതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ പോയ ശേഷമാണ് അവർ വാതിൽ, പൂട്ട്, ചാവി ഒക്കെ ഉണ്ടാക്കിയത്. അതുവരെ അതൊന്നും ഇല്ല അത്രയും. അപ്പം അങ്ങനെ അവിടെ കൊണ്ട് ചെന്നു. അവിടെ ജനിച്ച പെൺകുട്ടിയും എടുത്തുകൊണ്ട് വന്നു. ഇതൊക്കെ തന്നെ ഒരു സമാധിയിലെന്ന വണ്ണം നടന്നു. ഒരു കുട്ടി ജനിച്ചാൽ കാണില്ലേ? അവർ അറിഞ്ഞില്ല. അതാണ് ആ മഹാമായ യയാ സമ്മോഹിതം ജഗത്. ആ ശക്തി എല്ലാവരെയും മോഹിപ്പിച്ച് കിടത്തിയെന്നാണ്. അതാണ് കാളരാത്രി മഹാരാത്രി മോഹരാത്രിശ ദാരുണ എന്ന് ദേവി മഹാത്മ്യത്തിൽ ചണ്ടിയിൽ വരും. അതിൽ ഈ കൃഷ്ണൻ ജനിച്ച രാത്രിയിൽ ദേവി ജനിച്ചല്ലോ, അത് മോഹരാത്രിയാണ്. എല്ലാവരെയും മോഹിപ്പിച്ച് കിടത്തിയ രാത്രി. അതുകൊണ്ട് ആർക്കും ഒരു ബോധമില്ല. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിച്ചത് ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു.
അപ്പോഴേക്കും അവളിവിടെ എത്തിയതും ക്വാ 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 എന്ന് നിലവിളിക്കാൻ തുടങ്ങി. എവിടെ 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 എന്നാണ്. ജയിൽ വാതിലൊക്കെ അടഞ്ഞു. ഇവരൊക്കെ ഉറക്കമൊക്കെ എഴുന്നേറ്റു, എല്ലാവരും ഉറക്കം വിട്ടു. ഈ കരച്ചൽ കേട്ടതും അവർ കുട്ടി ജനിച്ചു കംസൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. കംസന് ഉറക്കമൊന്നുമില്ല, അയാൾ പോലും കുറച്ച് നേരം ഉറങ്ങിപ്പോയി. അയാൾ വിചാരിച്ചു, എന്താ ഈ ഉറക്കം, ഞാൻ ഉറങ്ങില്ലല്ലോ, ഉറങ്ങി കാലം എത്രയായി. ഉറങ്ങിയാലും ശയാനഹ പ്രഹ്ലാദനെ പോലെയാണ്. ചിന്തയാനോ ഋഷികേശം അപശ്യത് തന്മയം ജഗത്. എപ്പോഴും ഋഷികേശനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജഗത്ത് മുഴുവൻ നീലവർണ്ണത്തിലാണ് കാണുന്നത്. ആരെ കണ്ടാലും കംസൻ കുറേ ദിവസമായിട്ട് എന്താ നീ കറുത്തു പോയതെന്ന് ചോദിക്കാത്രേ. അങ്ങനെയാണ് കംസൻ്റെ ദർശനം ഇപ്പോൾ. അപ്പോൾ മുക്തമൂർധജാഹ എന്താണെന്ന് വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ തലയൊക്കെ വിരിച്ചിട്ടിട്ട് കിടക്കുക, അങ്ങനെ എണീറ്റ് വരികയാണ്. കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് വന്നു. അങ്ങനെ വസുദേവരുടെ ജയിലിൻ്റെ അകത്തേക്ക് വന്നതും ദേവകി വളരെ വിഷമിച്ചു. കാരണം സുന്ദരിയായ ഒരു പെൺകുട്ടി സുവർണവർണ്ണത്തിൽ ഇരിക്കുന്നു, ഇവിടെ അഗ്നി പോലെ ഇരിക്കുന്നു. ആരുടെയോ കുട്ടി, നമ്മുടെ കുട്ടികളൊക്കെ മരിച്ചു, ഇതിപ്പോൾ ആരുടെയോ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നിരിക്കണു. ഇവൻ വധിക്കുമല്ലോ ഭഗവാനെ. കാല് പിടിച്ച് കരഞ്ഞു ദേവകി. നോക്കൂ, ഞാൻ നിങ്ങളുടെ അനിയത്തിയല്ലേ, ചെറിയ കുട്ടിയല്ലേ, എത്ര കുട്ടികളെയാണ് അങ്ങ് കൊന്നത്. ബഹവോ ഹിംസിത ഭ്രാതഃ ശിശവ പാവകോപമാഹ പുത്രികൈക്കാ പ്രതീയതാം. ഒരു പുത്രിക, ഒരു പെൺകുട്ടിയെങ്കിലും എനിക്ക് തിരിച്ചു തന്നൂടെ. കംസൻ ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചു നിന്നു. ഇത് പെൺകുട്ടിയോ? എട്ടാമത്തത്. ഇതിൻ്റെ നടുവിലൊന്നും കാണാതെയും പോയി. അത് ചേർത്തിട്ട് എണ്ണണോ ചേർത്താതെ എണ്ണണോ ഒരു ഡൗട്ടുമായിപ്പോൾ. ഇതിപ്പോൾ പെൺകുട്ടി. അഹോ ദൈവമപ്പോൾ അനൃതം ഭക്തി. നമ്മൾ മാത്രമല്ല, ദേവന്മാരും പുളുകാൻ തുടങ്ങിയിരിക്കണമെന്ന് തോന്നുന്നു. അഷ്ടമഹ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നൊക്കെ നോക്കിയതാണ്. അഷ്ടമോ ഗർഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തായാലും ചാൻസ് വിടണ്ട. കാരണം ഈ ദേവന്മാർ പറഞ്ഞയക്കുന്ന പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇതിനു മുമ്പൊന്ന് വന്നു മഹിഷാസുരമർദ്ദിനി. അപ്പോൾ അതേപോലെ ആരെങ്കിലുമൊക്കെ ആണെങ്കിലോ ചാൻസ് വിടണ്ട എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കാല് പോയി പിടിച്ചു. ആപതി കിം കരണീയം, ഇതാണ് സ്മരണീയം ചരണയുഗളം അമ്പായാഹ. കാല് ചെന്ന് പിടിച്ചു. പിടിച്ചിട്ട് അങ്ങോട്ട് എടുത്ത് കല്ലിൽ അടിക്കാനായിട്ട് അടിച്ചു. പക്ഷെ അടിച്ചപ്പോൾ എന്തായി എന്ന് വെച്ചാൽ, ഈ അടിക്കുന്നത് കയ്യിൽ പിടിച്ചിട്ടുള്ളൊരു സാധനമാണ്. അടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല. വെർച്വൽ റിയാലിറ്റി പോലെയാണ്. മൊത്തത്തിൽ അങ്ങോട്ട് ലൈറ്റ് ഒന്നും, എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലഷ് ബോൺ ബ്ലഡ് എന്തെങ്കിലുമൊക്കെ വേണം. നത്തിങ്. എടുത്തങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചമാണ് മുമ്പിൽ. അങ്ങനെ ജയിലിൻ്റെ ഉള്ളിൽ മുഴുവൻ കോടി സൂര്യപ്രകാശം പോലെ വെളിച്ചം. അഷ്ടൗഭുജാംഗീം മഹിഷസ്യമർദിനീം സശങ്കചക്രാം ശരശൂലധാരിണീം താം ദിവ്യയോഗീം സഹജാതവേദസീം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ. അദൃശ്യതാ അനുജാ വിഷ്ണോഃ സായുധാം അഷ്ടമഹാഭുജ. 8 കൈകളോടുകൂടെ അങ്ങനെ നിൽക്കുകയാണ്. ദേവതകളൊക്കെ സ്തുതിച്ചുകൊണ്ട് കംസന് ദർശനം. എന്തൊരു ഭാഗ്യം. കംസൻ കുറച്ചു നേരം കണ്ണു തള്ളിപ്പോയി. പറഞ്ഞു. അങ്ങനെ ഒരു സ്പ്ലാഷായി. ബഹുനാമ നിഖേതേഷു ബഹുനാമ ബഭൂവ. ഭൂമിയിലേക്ക് അവതരിച്ചു 1 മിനിറ്റിൽ പല സ്ഥലങ്ങളിൽ പോയി ശക്തിപീഠത്തിൽ അവൾ പ്രകാശിച്ചു എന്നത്. കാരണം അവതാര കാര്യത്തിന് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്കൊക്കെ ശക്തി വേണോ,
ഈ വാഹനം പോകുന്ന സ്ഥലത്തൊക്കെ പെട്രോൾ അടിക്കാനുള്ള സൗകര്യം വേണമല്ലോ. അതാണ്. അപ്പോൾ ബഹുനാമനികേതേഷു ബഹുനാമ ബഭൂവ. അവിടെ ആ ശക്തിപീഠങ്ങളിലൊക്കെ ചെന്നിരുന്നു. ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദ മാധവി കന്യക എല്ലാ പേരോടുകൂടിയും ദേവി, അങ്ങനെ നാരായണി, ഈശാനി, എല്ലാ പേരിലും പല സ്ഥലങ്ങളിലുമായിട്ട് ആ ശക്തി അവിടെ ഇരുന്നു. കംസന് കണ്ണഞ്ചി പോയി. ഇവരെ വെറുതെ വിട്ടേക്കൂ, നിൻ്റെ അന്തകൻ എവിടെയോ ജനിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനും കൊടുത്തിട്ട് മറന്നുപോയി. കുറച്ച് നേരത്തേക്ക് കംസൻ വിചാരിച്ചു, ഞാൻ എന്ത് മണ്ടത്തരാ ചെയ്തു. ആരോ പറയണത് കേട്ട് എൻ്റെ സഹോദരിയെ ഞാൻ ഇങ്ങനെ ഉപദ്രവിച്ചു, കുട്ടികളെയൊക്കെ കൊന്നു. അഹോ ഭഗിനി അഹോ ഭാമ മയാവാമ്പത പാപ്മന. പെട്ടെന്ന് ഈ ചീത്ത ആളുകളെന്നൊക്കെ പറയുന്നവർ ചിലപ്പോഴൊക്കെ നല്ല ആളുകളായിട്ട് തോന്നും. നല്ല ആളുകളിൽ ചിലപ്പോഴൊക്കെ ഈ ചീത്ത ഗുണങ്ങൾ വരുന്ന പോലെ ഇയാൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ തെറ്റുകളൊക്കെ ചെയ്തു, എന്നെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാലൊക്കെ തൊട്ടു ദേവകിയുടെ അടുത്ത്. ദേവകി പറഞ്ഞു, എന്നിട്ട് അതോടുകൂടെ പറയുകയും ചെയ്തു, എല്ലാവരും അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. നിങ്ങളെന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാനതിന് കാരണമല്ല എന്നൊക്കെ പറഞ്ഞു. ദേവകിയും പറഞ്ഞു, അതെ, അങ്ങ് പറയണത് ശരിയാണ്, അജ്ഞാനം കൊണ്ടുള്ള അഹങ്കാരം കൊണ്ടാണ് ഞാനെന്നും മറ്റുള്ളവരെന്നും ഒക്കെ തോന്നുന്നത് എന്നൊക്കെ സമ്മതിച്ച് ദേവകിയും പറഞ്ഞു. പാവം ഇവൻ അതോടുകൂടെ വേഗം പോയി മീറ്റിംഗ് കൂട്ടി. അവരുടെ അസുരന്മാരെയൊക്കെ വിളിച്ച്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമ്മൾക്ക് കുഴപ്പം എവിടെയോ ഉണ്ട്, അത് നമ്മൾ പകുതിയിലിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റാതാവും, നമ്മളെ അവർ ഉപദ്രവിക്കും. വിഷ്ണു ആണ് ദേവതകൾക്ക് മൂലം. വിഷ്ണുവിനെ യജിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മണരാണ്. അവർക്ക് യാഗയജ്ഞങ്ങൾക്ക് അനുകൂലമായിട്ടിരിക്കുന്നത് പശുക്കളാണ്. അതുകൊണ്ട് ഗോഹത്യ ചെയ്യണം, ബ്രാഹ്മണരെ ഹിംസിക്കണം. യാഗയജ്ഞാദികളൊക്കെ പ്രാകൃതാചാരമാണെന്ന് പറയണം. ഭഗവതാരാധനയെ കഴിയുന്നത്ര മുടക്കണം. വേദശാസ്ത്രാദികളൊക്കെ തന്നെ പ്രാകൃതമാണെന്ന് പറയണം. ഇതൊക്കെ നോക്കൂ, എല്ലാ കാലത്തും വീണ്ടും വീണ്ടും നടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയ അല്ലേ, ദണ്ഡകാരണ്യാണേ. ഗോദാവരിക്ക് ശേഷം ഇങ്ങടയ്ക്ക് മുഴുവൻ ദണ്ഡകാരണ്യാണ്. പഴയ ആളുകളൊക്കെ അതേപോലെ വേഷം മാറി വന്നിരിക്കുകയാണേ. എന്താ ഭട്ടതിരി പറയണ പോലെ കർമ്മം കഴിയാത്തത് കൊണ്ട്, എന്താ ശ്ലോകം, സാന്ദ്രാനന്ദ തനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അപി കർമ്മശേഷവശതഃ ഏതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദ്ധിത. അവർ കർമ്മം ബാക്കിയുള്ളത് കൊണ്ട് പിന്നെയും വേഷം മാറി വന്നു എന്നാണ്. എല്ലാം എവിടെയൊക്കെ ദിവ്യ സാന്നിധ്യമുള്ള സ്ഥലങ്ങളുണ്ടോ എല്ലാത്തിനെയും കേടുവരുത്താൻ എന്തൊക്കെ വഴിയുണ്ട് എല്ലാം നോക്കിക്കൊണ്ട്. അങ്ങനെയാണ് കംസൻ പ്ലാൻ തന്നെ ചെയ്തത്. അതിൽ ഇനി ജനിക്കുന്ന കുട്ടികൾ, ചൈനയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കൊല്ലുക, വെള്ളത്തിൽ അപ്പം തന്നെ ഇട്ട് കൊല്ലും. അപ്പം ഇതൊക്കെ നമ്മൾ പുരാണ കഥയിൽ ഇമാജിനറി ആണെന്ന് വിചാരിക്കേണ്ട. ആ ചൈനയാണല്ലോ ഇവിടെ ഇപ്പോൾ ആരാധിക്കണത്. കുട്ടികളൊക്കെ കൂടെ ഫൈറ്റിംഗ് ആയിരുന്നു ജീവിക്കണത്. പാവം. പിന്നെ ഇപ്പോഴൊക്കെ അവർ പറയുകയാണ് കുട്ടികൾ ജനിക്കണമെന്ന്, അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ പലതും നടക്കും. കൂടെ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഫോഴ്സ്. അപ്പോൾ ഇയാൾ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി, അതിനൊരു മിനിസ്റ്റർ, പൂതന, അതാണ് മിനിസ്റ്റർ. അതിനുള്ള ഇൻഫാൻറ്റിസൈഡ്,
പെസ്റ്റിസൈഡ് പോലെ. ഈ പൂതന എല്ലാ സ്ഥലത്തേക്കും പറഞ്ഞയച്ചു. അങ്ങനെ അസുരന്മാർ പലരും പല സ്ഥലത്തേക്ക് പോയി. ഈ സമയം ഗോകുലത്തിൽ നന്ദഗോപരും ദേവകിയും യശോദയും കണ്ണൻ ജനിച്ച ആനന്ദത്തിൽ സന്തോഷിച്ച് ധാരാളം ദാനം ചെയ്യാണ്, ജാതകർമ്മം ചെയ്യാണ്. ഒരു ആൺകുട്ടി ജനിച്ചു എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അടുത്ത് ചെന്നിട്ട് ഒരു കുളത്തിലോ നദിയിലേക്കോ ചാടി കുളിക്കണം അത്രേ. അപ്പോൾ കുളിച്ചിട്ട് വരണമല്ലോ. അതങ്ങനെ സന്തോഷത്തോടുകൂടി അങ്ങനെ ചാടിയിട്ട് കുളിക്കാം. ഇതൊക്കെ നന്ദഗോപർ ചെയ്തു എന്നാണ് പറയണത്. നന്ദസ്ത്വാത്മജ ഉത്പന്നേം ജാതാഹ്ലാദോ മഹാമനാഹ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതഃ ശുചിരലങ്കൃതഃ വാചയിത്വാ സ്വസ്തിജനം ജാതകർമാത്മജസ്യ വൈ കാരയാമാസ വിധിവത് പിതൃദേവാർച്ചനം തഥാ. പിതൃദേവാർച്ചനമൊക്കെ ചെയ്തു, സ്വസ്തിവാചനം ചെയ്തു, ധാരാളം പശുക്കളെ ദാനം ചെയ്തു, ധാരാളം ദാനം ചെയ്തു. ഗോപസ്ത്രീകളൊക്കെ കണ്ണനെ കാണാനായി അലങ്കരിച്ചു കൊണ്ടുവന്നു. ഈ സമയം വസുദേവരും കൃഷ്ണൻ ജനിച്ചതോടുകൂടെ നന്ദഗോപർക്ക് ധാരാളം സമ്പത്ത് വന്നതുകൊണ്ട് ടാക്സ് കൊടുക്കാനായിട്ട് കംസൻ്റെ അവിടേക്ക് പോയി, മധുരാപുരിയിലേക്ക് കരം കൊടുക്കാൻ. അപ്പോൾ വസുദേവരെ കണ്ട് സംസാരിച്ചു. വസുദേവർ കുറച്ച് ഗൂഢമായി പറഞ്ഞു, എൻ്റെ ഒരു പുത്രൻ അവിടെ നിങ്ങളെ അച്ഛനായി കരുതിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്, അവനെ നല്ലവണ്ണം നോക്കിക്കൊള്ളാം. വസുദേവർ നന്ദഗോപർ വിചാരിച്ചു ബലരാമസ്വാമിയാണോ പറയണത്. പക്ഷേ അതോടുകൂടെ ഒരു കാര്യം പറഞ്ഞു, ധാരാളം അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളാം. നന്ദഗോപർ ഇതൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ പൂതന ഗോകുലത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ വന്ന് സാ ഖേചരി, ആകാശത്തിൽ സഞ്ചരിക്കുന്നവളാണത്രേ അവൾ. ഫ്ലൈറ്റിൽ വരും, ഗവൺമെൻറ്റിൻ്റെ ആളാണല്ലോ. അവിടെ വന്ന് ഇറങ്ങി. എന്നിട്ട് നല്ല അലങ്കരിച്ച് ഭംഗിയായിട്ട് അവിടെ വന്നു. ആ പൂതനയെ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല, മഹാലക്ഷ്മിയാണെന്ന് വിചാരിച്ചു എന്നാണ് പറഞ്ഞത്. ആ ഉദാഹരണം കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഇങ്ങനൊരു ഉദാഹരണം തോന്നും. അതെന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഭഗവത് സമ്പർക്കം ഉണ്ടാവാൻ പോവുകയാണ്, ഭഗവാനിൽ ലയിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തേജസ് അവളിൽ മുൻകൂട്ടി കണ്ടു അത്രേ. കാരണം ഓൾറെഡി ഒരുപാട് ചെയ്ത് വെറുത്ത് കളയുന്നു അവൾ. കംസൻ പറഞ്ഞത് ചെയ്തു, അവൾക്കും ഒരു പക്ഷേ ഉള്ളിൽ വെറുത്തുപോയി തോന്നുന്നു ജീവിതം. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നന്ദഗോപരുടെ വീട്ടിലൊരു കുട്ടിയുണ്ട്. എന്തു കുട്ടി? വിചിത്രമായൊരു കുട്ടി, ഒരു കറുപ്പ് കുട്ടി. ആ കുട്ടിയെ കാണാനായിട്ട് അവിടെ വന്നു. അപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് കൃഷ്ണൻ, തൊട്ടിൽ കിടക്കുന്നുണ്ട്. ബാലഗ്രഹ, ഇവളാരാ? കുട്ടികളെ പിടിക്കുക ജോലി ഇവളുടെ. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് പറയും, അങ്ങോട്ട് പോകണ്ട, ചാക്ക് മാപ്പിള പിടിച്ചോണ്ട് പോകുമെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഈ ചാക്ക് മാപ്പിള എന്ന് വെച്ചാൽ ചാക്ക് വെച്ച്, മാപ്പിള എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്ക് ക്രിസ്ത്യാനികളും മറ്റൊരു വശത്ത് മുസ്ലിംസുമാണ്. അപ്പോൾ അവിടെ മുസ്ലിംസാണ് ഞങ്ങളുടെ അവിടെയൊക്കെ. അവർ അടുത്ത സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചാക്ക് കൊണ്ടുവരും അത്രേ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. അത് എന്ത് കഥയാണോ നമുക്കറിയില്ല. അപ്പോൾ ചാക്ക് മാപ്പിള പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. അപ്പോൾ അതുപോലെ കുട്ടികളെയൊക്കെ കാണാതായി എല്ലായിടത്തും എല്ലാവരും ഇപ്പോൾ കുട്ടികളെ പേടിച്ച് സംരക്ഷിക്കുകയാണ്. കാരണം പൂതന ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് നാട്ടിലൊക്കെ പേടിയാണ്. പൂതന ബാലഘ്നിയാണോ. അപ്പോൾ അവൾ മാത്രമല്ല, അവളുടെ കൂടെ അസിസ്റ്റൻസൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു. ഈ ചെറിയ കുട്ടികൾക്ക് വരുന്ന ബാലാരിഷ്ടം ഉണ്ടല്ലോ, ആ ബാലാരിഷ്ടത്തിൽ ഒന്ന് പൂതനയാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അവർക്ക് രക്ഷയൊക്കെ ചെയ്യുമ്പോൾ ഈ പൂതനയും അതിനകത്തൊക്കെ വരും. ഇപ്പം എന്തായാലും ഇവിടെ അവിടെ വന്നു.
വിചിൻവതി ശിശൂന് യദൃച്ഛയാ നന്ദഗൃഹേ അസദന്തകം. യദൃച്ഛയാ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വന്നു. അസദന്തകം, അസത്തുക്കളെയൊക്കെ അന്തകനായിട്ടുള്ള ഭഗവാൻ. വിനാശായ ച ദുഷ്കൃതാം. അഖണ്ഡാനന്ദ സ്വാമി പറഞ്ഞു അസദ് അന്തകം. അസത്തിനെ അന്തം ചെയ്യുന്നത് സത്താണ്. സത്താണ് കം. കം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നർത്ഥം. ഇത് വെറുതെ വ്യാഖ്യാനമല്ല, ഉപനിഷത്താണ്. കം ബ്രഹ്മ, ഖം ബ്രഹ്മ എന്നാണ്. പ്രാണോ ബ്രഹ്മ. അപ്പോൾ അസദ് ഏന, അസദ് ഏന അന്തം ക്രിയത്തെ. അസതഃ അന്തം, അസതഃ വിനാശം. അസത്തിനെ ഇല്ലാതാക്കി ആപാദനം, അതിനെ അഭാവം ചെയ്യുക. അതെങ്ങനെ? സത്ത് വരുമ്പോൾ. അസദന്തകം ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം. ചെറിയ കുട്ടിയാവും, വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല, അതിൻ്റെ തേജസ്സൊന്നും മനസ്സിലായില്ല. ദദർശ തൽപേ അഗ്നിമിവാഹിതം ഭസി. കട്ടിൽ ചാരം കൊണ്ട് മൂടിയ അഗ്നി പോലെ കണ്ടു എന്നാണ്. വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാ സനിമീലിതക്ഷണ. ഇവൾ ബാലകമാരികാഗ്രഹം, കുട്ടികളെ കൊല്ലുന്ന ഒരു ഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാത്മാവായ ചരാചരാത്മാവായ ഭഗവാൻ കണ്ണടച്ചു അത്രേ. ഇവിടെ കാണാന്നാണ്. എത്ര നല്ല നല്ല ഗോപസ്ത്രീകളൊക്കെ ഇവിടെ ഭക്തന്മാരുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവളെവിടുന്ന് വന്നു കാണണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണൻ കണ്ണടച്ചു. കണ്ണടച്ചതിന് ഒരുപാട് വ്യാഖ്യാനമാണ്. ചരാചരാത്മാ സനിമീലിതക്ഷണ. എന്തിനാ കണ്ണടച്ച്? അപ്പം ഇവൾ കുട്ടികളെ കൊല്ലാണ്. ഇവളെ എന്ത് ചെയ്യണം ആലോചന അത്രേ. ഇവളെ കുറിച്ച് അന്വേഷിച്ചു ഭഗവാൻ. അപ്പോൾ മനസ്സിലായി വിഷവും സ്ഥലത്തിൽ വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു ഇതിപ്പോൾ പാടാണ്, നമുക്ക് പരിചയമില്ല. നേരെ കൈലാസത്തിലേക്ക് പോയത്രേ. അതേ മഹാദേവ, ഒരു കോഴ്സ് പഠിക്കണം, പോയ്സണോളജി. എങ്ങനെയാ ഈ വിഷം എങ്ങനെയാ ഇപ്പോൾ കുടിക്കുക? പ്രാക്ടീസ് ഇപ്പം നിങ്ങൾക്കാണല്ലോ. അപ്പം ശിവൻ പറഞ്ഞു കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്ക് ഈ ശക്തി ഇവിടെ പിടിച്ച് നിർത്തിയതാണ്. അത് വക്ഷസ്ഥലത്ത് തന്നെ എപ്പോഴും കൊണ്ടു നടക്കണ്ടല്ലോ. അപ്പോൾ അതാണ് പരിപാടി. അത് ഉള്ളിലേക്ക് ഇറക്കാനും പാടില്ല, വെളിയിൽ തുപ്പാനും പാടില്ല എന്ന്. അങ്ങനെ ആവട്ടെ. പിന്നെ വിശ്വാമിത്രനെ വിളിച്ചു അത്രേ. എന്താ? അല്ല, ഒരു മുൻകൂർ ജാമ്യം എടുക്കണമെന്ന്. എന്താണെന്ന് വെച്ചാൽ രാമായണത്തിൽ ആ താടകയെ കൊല്ലുമ്പോൾ ശങ്കിച്ചു നിന്നു. രാമനാണല്ലോ ഈ സ്ത്രീവധകൃതേ ഘൃണാകാര്യാനരോത്തമ നതേ സ്ത്രീവധകൃതേ ഘൃണാകാര്യ. സ്ത്രീയാണെന്ന് വിചാരിക്കരുത്, ഇവൾ രാക്ഷസിയാണ്. അമ്പയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടെയും എന്ത് തലയിലെഴുത്ത്? ആദ്യമേ സ്ത്രീ. ആ രാമായണത്തിൽ ഇത് തന്നെ തലയിലെഴുത്ത്, ഇവിടെ തന്നെ. ആരൊക്കെയുണ്ട് അല്ലേ? തൃണാവർത്തൻ, അതെ, ശകടാസുരൻ, ഇവരൊക്കെ മുൻപിൽ വന്നൂടെ? മുൻകൂട്ടി അയച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ആവശ്യമില്ലാതെ പേര് ദൂഷിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഒരു നാടകം അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിക്കൂടെ? നമ്മളെ മെനക്കെട്ട് അവിടുന്ന് പറഞ്ഞയക്കുകയും ചെയ്തിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്ത്രീയാണ് പറഞ്ഞയക്കുന്നത്. അപ്പോൾ വിശ്വാമിത്രൻ്റെ അടുത്തൊക്കെ ചോദിച്ച് അനുമതിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളാണ് കണ്ണടച്ചത്. ഇങ്ങനെ അവളെടുത്ത് ഭഗവാനെ മടിയിൽ വെച്ചു. അനന്തമാരോപയതംഗമന്തകം യഥോരകം സുപ്തമബുദ്ധിരജ്ജുധീഹി. പാമ്പ് കയറാണെന്ന് ധരിച്ച് പാമ്പിനെ എടുത്ത പോലെ എന്നാണ്, നേരെ വിപരീത ദൃഷ്ടാന്തം. അങ്ങനെ
അവളെ ഒരു സംശയവും കൂടാതെ എല്ലാവരും അവളുടെ കയ്യിൽ കണ്ണനെ ഏൽപ്പിച്ചിട്ട് പോയി. അവളെ പിടിച്ചുകൊണ്ട് അവളുടെ പാല് കുടിക്കാൻ തുടങ്ങി കൃഷ്ണൻ. പ്രാണൈഹി സമം രോഷസമന്വിതോ, ഇവിടെയാണ് കൃഷ്ണൻ ഒരു കോപം. രോഷസമന്വിതോ പിബത്, രോഷത്തോടുകൂടെ അവളുടെ പ്രാണനെ അങ്ങോട്ട് വലിച്ചു കുടിച്ചു എന്നാണ്. അവൾ പറഞ്ഞു, ഭഗവാന്റെ സമ്പർക്കം കിട്ടിയതോടുകൂടി അവൾക്ക് വൈരാഗ്യം വന്നു. മതി ഭഗവാൻ ഈ ലോകത്തിലുള്ള ജീവിതം. സാ മുഞ്ച മുഞ്ച അലം അലം, എന്നെ ഫ്രീ ആക്കൂ ഭഗവാനെ, മതി മതി മതി, ഈ ലോകജീവിതം മതി. നിഷ്പീഡ്യമാന അഖില ജീവ മർമ്മണി, ഈ അഭിമാനം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഭഗവാൻ ഊറ്റിക്കുടിച്ചു എന്നാണ് ആ പ്രാണൻ. അഭിമാനം മുഴുവൻ ഊറ്റിക്കുടിച്ചു. അവൾ ശരീരം മുഴുവൻ വേർത്ത് കുളിച്ച് പ്രാണനെയൊക്കെ കളഞ്ഞവൾ വീണ് മരിച്ചുപോയി. ബൃഹദാകാരമായിട്ട് വീണു എന്നാണ്, അങ്ങനെ പടർന്നു കിടക്കുന്ന രൂപമായിട്ട്. അവിടെ ഗോപന്മാരൊക്കെ കണ്ടു. ഇങ്ങനെ അവളുടെ ശരീരം ഇവർ കത്തിക്കുമ്പോൾ, വെട്ടിമുറിച്ച് കത്തിക്കുമ്പോൾ അഗരുവിൻ്റെയും ചന്ദനത്തിൻ്റെയും അകിലിൻ്റെയും ഒക്കെ മണം വന്നു അത്രേ. എന്നുവെച്ചാൽ ഭഗവത് സമ്പർക്കം കൊണ്ട്, എന്നുവെച്ചാൽ അഭിജേത് സുദുരാചാരോ ഭജതേ മാമ, എത്ര ദുരാചാരിയാണെങ്കിലും ഭഗവത് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ പരിശുദ്ധരായിട്ട് തീരും. ക്ഷിപ്രം ഭവതി ധർമാത്മാ, ഉദ്ധവൻ പറയുന്നുണ്ട് വിതുരൻ്റെ അടുത്ത്, അമ്മയുടെ സ്ഥാനം കൊടുത്തു എന്നാണ്. അമ്മയുടെ പാല് കുടിച്ച ശേഷം ഇവിടെയാണല്ലോ കുടിക്കണം. അപ്പോൾ എന്താ ശ്ലോകം? ലേഭേ ഗതിം ധാത്രി ഉച്ചിതാം, അതാണ് ലേഭേ ഗതിം ധാത്രി ഉച്ചിതാം. ധാത്രിക്ക്, അമ്മയ്ക്കുള്ള സ്ഥാനം കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് നന്ദഗോകുലത്തിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കംസൻ പറഞ്ഞേച്ച് വരും. കണ്ണന് നേരം പോക്ക് കുറേ ദിവസത്തേക്ക് ഇപ്പോൾ ഇതാണ്. ഇങ്ങനെ കൃഷ്ണാവതാരം നമ്മൾ ആരംഭിച്ചു. ഇപ്പോൾ സമയം 8:30 മണിയായി. ഇനി 9 മണിക്ക് പാരായണം വീണ്ടും ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.